ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയ 3 പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നല്ലപോലെ ഉടച്ചെടുത്തതാണ്. കുക്കറിലാണ് കേട്ടോ വേവിച്ചത്. ഒരു 4 വിസിൽ വരുന്നത് വരെയാണ് വേവിച്ചത്. അപ്പോൾ ഒരു പൊട്ടറ്റോ 4 പീസായി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. എന്നാലേ പെട്ടെന്ന് വേവുള്ളൂ കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കൂടി സവാള ചേർത്താൽ മതി കേട്ടോ. പിന്നെ 2 ടേബിൾ സ്പൂൺ പൊടിയായി അരിഞ്ഞ മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകാണ് ഇട്ട് കൊടുത്തത്. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി 1 ടീസ്പൂൺ, അതുപോലെ ക്രഷ്ഡ് റെഡ് ചില്ലി ഉണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഫ്രഷ് ബ്രെഡ് പൊടിച്ചതാണ്. ഒരു 1/4 കപ്പാണ് ചേർത്തത്. ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ആദ്യം കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം കേട്ടോ. ബ്രെഡ് പൊടിച്ചത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്കിന്. അപ്പോൾ ഞാനൊരു 1/4 കപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു 3 ബ്രെഡൊക്കെ പൊടിച്ചാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഏകദേശം 1/2 കപ്പിൻ്റെ അടുത്ത് കിട്ടും. ഞാൻ ഒരു 5-6 ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് ഇപ്പോൾ എടുത്ത് ചേർത്തത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് മൊസറല്ല ചീസാണ്. പിന്നെ ഞാനിവിടെ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട കേട്ടോ, അതിൻ്റെ ഒരു 1/4 ഭാഗം മതി. പിന്നെ ചീസ് ഇല്ലാതെ ഈ സ്നാക്ക് ഉണ്ടാക്കട്ടെ, എന്നാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മിക്സിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ആദ്യം ബോൾസിൻ്റെ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് പരത്തുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഗ്രേറ്റ് ചെയ്ത ചീസ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചീസ് വെക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്തിട്ട് വെക്കുക കേട്ടോ, അല്ലാതെ ക്യൂബ്സ് ആയിട്ട് വെച്ച് കൊടുത്താൽ ചിലപ്പോൾ മെൽറ്റ് ആവില്ല. അപ്പോൾ അതുപോലെ ചീസ് ഗ്രേറ്റ് ചെയ്തതാകുമ്പോൾ പെട്ടെന്ന് മെൽറ്റ് ആവും. എന്നിട്ട് ചീസ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വീണ്ടും നമ്മളിതൊന്ന് ബോൾസിൻ്റെ ഷേപ്പിലാക്കുക. എന്നിട്ട് വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ കൈവെള്ളയിൽ വെച്ചിട്ട് പരത്തുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കട്ലറ്റിൻ്റെ ഷേപ്പിലാക്കി എടുത്തു. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോൾസിൻ്റെ ഷേപ്പിൽ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ വീണ്ടും ഇങ്ങനെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പൊട്ടറ്റോ ഒക്കെ നല്ലപോലെ വേവിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക സമയം എണ്ണയിൽ വെക്കണ്ട, കുറച്ച് സമയം വെച്ചാൽ മതി. അതുകൊണ്ടാണ് കേട്ടോ ഗ്രേറ്റ് ചെയ്ത ചീസ് ചേർത്തത്. അല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റ് ആവില്ല. പണ്ട് എനിക്ക് അങ്ങനെ ഒന്ന് സംഭവിച്ചതാണ്. അതുകൊണ്ടാണ് ചീസ് ഗ്രേറ്റ് ചെയ്തത് ചേർത്തത്. അപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ എടുത്ത അളവിൽ. ഇനി വേണ്ടത് കോൺഫ്ലോർ ആണ്. ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ആദ്യം കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും സ്നാക്ക്. പിന്നെ എണ്ണയിലിടുമ്പോൾ പൊടിഞ്ഞൊന്നും പോകില്ല കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂണും കൂടി കോൺഫ്ലോർ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തൊന്ന് കലക്കിയെടുക്കുക. അപ്പോൾ ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടയിൽ മുക്കിയെടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കലക്കിയെടുക്കുന്നത് മൈദ ആയാലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ആദ്യം കോട്ട് ചെയ്യുന്നുണ്ടല്ലോ അത് കോൺഫ്ലോർ ആവുകയാണ് കേട്ടോ നല്ലത്. പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ഇവിടെ ഉള്ള ബ്രെഡ് ക്രംസിലാണ് കേട്ടോ കോട്ട് ചെയ്തത്. അതിന് പകരം നിങ്ങൾ കുറച്ച് ബ്രെഡ് ഫ്രഷ് പൊടിച്ചിട്ട് ചേർത്തല്ലോ, അങ്ങനെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കോട്ട് ചെയ്താലും മതി. അപ്പോൾ ഇതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടാവണം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. കുറേ സമയമൊന്നും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ആൾറെഡി ഇത് കുക്ക്ഡ് ആണ്. പിന്നെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവണം. അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളർ വരണം, അത്ര മാത്രം ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്യുക. കോൺഫ്ലോറിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് തന്നെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാവും കേട്ടോ ഇരിക്കുക. പിന്നെ മുട്ടയിൽ മുക്കി ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണ ആകെ അങ്ങോട്ട് പതഞ്ഞ് വരില്ലേ, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. പിന്നെ ഇപ്പോൾ മുട്ടയിലാവുമ്പോൾ അങ്ങനെ ചെയ്യാൻ കുഴപ്പമില്ല. നമ്മളെ കയ്യിൽ എന്താ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്താലും മതിയിട്ടല്ല. അപ്പോൾ എല്ലാ സമയത്തും നമ്മുടെ വീട്ടിൽ ഉണ്ടായിക്കൊള്ളുന്നില്ലല്ലോ അല്ലേ. ഇപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് പൊരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഒന്നും ഒരു അമളി പറ്റിയിട്ടോ. എൻ്റെ അമളിയല്ല, അത് സാധനം വാങ്ങിയതിൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നല്ല ചീസ് ഇങ്ങനെ വലിഞ്ഞ് വരുന്ന രൂപത്തിലാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത്. നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ വരലുണ്ട് നല്ല ചീസൊക്കെ ആണെങ്കിൽ കേട്ടോ. പക്ഷേ ഈ ചീസ് മോശമാണ് കേട്ടോ, അതായത് പഴയതായിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ സ്നാക്ക് പൊട്ടിച്ച് നോക്കുമ്പോൾ പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല വലിഞ്ഞ് വരുന്ന ചീസാണ് കേട്ടോ. ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ വരാറുണ്ട്, കാരണം നല്ല ചീസാണെങ്കിൽ കേട്ടോ. എപ്പോഴും ചിലപ്പോൾ നല്ല ചീസ് കിട്ടാറില്ല. നോക്കി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ ചീസ് അവിടെ കിടക്കുകയാണ്, മെൽറ്റായിട്ടുണ്ട്. പക്ഷേ ഒരു തൈരിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ്. നല്ല വലിയുന്ന ചീസാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ എന്നാലും സ്നാക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത് ചീസ് ഇട്ടിട്ടില്ലെങ്കിൽ ഈ സ്നാക്ക് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.